ഗായ്സ്, നമ്മൾ എത്തിക്കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ നമ്മൾ ആരായിട്ട് കളിക്കണം? നമ്മൾ പോലീസായിട്ട് കളിക്കണോ അതോ കള്ളനായിട്ട് കളിക്കണോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കള്ളനായിട്ട് തന്നെ കളിക്കാം. കാര്യം നമ്മൾ ജീവിതത്തിൽ ശരിക്കും ഒരു കള്ളനായത് കാരണം ഈ കളിയിലും നമ്മൾ ഒരു കള്ളനായിട്ട് തന്നെ കളിക്കാം. സോ ഐ എം ഗോയിങ് ടു ബിക്കം എ പ്രിസണർ. Prison announcement. Yard time has started. All prisoners must move to the yard. ഓക്കെ, അപ്പോൾ നമ്മൾ യാർഡിലോട്ട് പോകണം എന്നാണ് ഇവർ പറയുന്നത്. യാർഡ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടല്ലോ, നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ആരെങ്കിലും ഒന്ന് ഇടിച്ചാലോ? ഡാ ഇങ്ങ് വാടാ, ഇങ്ങ് വാടാ, ഇങ്ങ് വാടാ, ഞാൻ ഒന്ന് ഇടിക്കട്ടെ നിന്നെ. ഇരിക്കാനൊന്നും സമയമില്ല, ഇടിക്കാൻ മാത്രമേ സമയമുള്ളൂ. പിള്ളേരെ എവിടെ 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 എവിടെ? ഞാൻ അവനെ കണ്ടുപിടിക്കട്ടെ. അവന് അത് ഇതെന്തുവാ ഇവിടെ പോയിരിക്കുന്നേ? എണീക്കടാ. ഇവിടെയും പോയിരുന്നല്ലോ. ഇത് കൊള്ളാലോ. ഇതെന്തിനാ അവൻ വെറുതെ ഇവിടെ പോയിരിക്കുന്നേ? എനിക്ക് നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് യാർഡിൽ തന്നെ പോവാം. പോലീസുകാരന്മാർ എല്ലാവരും വെടിവെക്കുകയാണ് കേട്ടോ ദേഷ്യത്തിൽ. യാർഡ് എവിടെ? ഇത് നമുക്ക് മനസ്സിലാണില്ലല്ലോ എന്ത് ചെയ്യണമെന്ന്. എന്ത് ചെയ്യണം നമ്മൾ? ഇതാ അൺലോക്ക് ദി എബിലിറ്റി ടു. ഓക്കെ നമുക്കപ്പോൾ ഇവിടെ അകത്ത് എൻ്റർ ചെയ്യണം ഗൈസ്. ഇവിടെ അകത്ത് എൻ്റർ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു കാർഡ് വേണമെന്ന് തോന്നുന്നു. പക്ഷെ കാർഡ് എവിടെയായിരുന്നു ഒപ്പിക്കാൻ പറ്റും? ഇവിടെയും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്കപ്പോൾ ഒരു കാർഡ് എന്തായാലും വേണം. ഒരു കാർഡില്ലാതെ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. Where is the card? ഈ കള്ള പോലീസിനെ കണ്ടോ? ഇവനെ തല്ല നമുക്ക്. തല്ലി അടിച്ച് തല്ലി. ഇവനെ തല്ലാം. പോലീസ്, കള്ള പോലീസ്. അയ്യോ ഗൈസ്, ഞാൻ മരിച്ചു കഴിഞ്ഞു. ആ കള്ള പോലീസ് എന്നെ കൊന്നു കളഞ്ഞു ഗൈസ്. ഇവൻ നീ ആരെയാ അടിക്കാൻ നോക്കുന്നത്? നീ ഇവിടെ തൂപ്പ് ജോലിക്കാരനല്ലേടാ കള്ളപ്പയല. നിന്നെ ഞാൻ ചവിട്ടി കൂട്ടുവാടാ കള്ളനാറി. എവിടെ പോകുന്നു നീ? ഇങ്ങ് വാ, എവിടെയും പോകാതെ ഇങ്ങ് തന്നെ വാ. പോലീസിനെ കിട്ടി. പോലീസിന്റെ നമുക്ക് സാധനം മോഷ്ടിക്കാം. ഓ നോ. സാധനം മോഷ്ടിക്കണം. ഈ മരമണ്ണൻ പോലീസുകാരൻ കാണിക്കുന്നത് കണ്ടോ ഗൈസ്? ഇവൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. നമുക്ക് സാധനം ഇവൻ ഇവിടെ നിൽക്കുക കേട്ടോ. അയ്യോ, നമുക്ക് ഇവനെ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് ഇടിച്ച് കൊല്ല തന്നെ ചെയ്യാം, വേറെ വഴിയില്ല. ഇവനെയും കൊണ്ട് എടാ കള്ള പോലീസ് നാറി. യെസ്. ഇനി നമുക്ക് ഇവന്റെ കാർഡ് അങ്ങ് എടുക്കാം. കാർഡ് എടുക്കാൻ പറ്റത്തില്ലേ? ഈ കാർഡ് എവിടെ? കാർഡ് പോയോ? അയ്യോ ഗൈസ്, പോലീസുകാരനെ കൊന്ന അവന്റെ ഇരുന്ന് കാർഡ് എടുക്കാമെന്നുള്ളൊരു വിശ്വാസത്തിലേ ഞാൻ ഇരുന്ന്. പക്ഷെ കാർഡ് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. പോയി ഗൈസ്. ഇതെന്തുവാ? അപ്പോൾ നമുക്ക് കളിക്കാം. കമോൺ. ഇത് നമുക്ക് എങ്ങനെയും ഒരു കാർഡ് ഒപ്പിക്കണം ഗൈസ്. ഇവൻ എന്തിനാ എപ്പോൾ കണ്ടാലും പോയി ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നത് ഗൈസ്? ഇവന് ഇടയ്ക്കിടയ്ക്ക് മൂലക്കുരു വരുമെന്ന് തോന്നുന്നു. അത് കാരണം ഇരിക്കാൻ തോന്നുന്നു. നമുക്കൊരു കാർഡ് വേണമല്ലോ. എനിക്കൊരു കാർഡ് ഉണ്ടെങ്കിലേ എനിക്കകത്ത് കയറാൻ പറ്റുള്ളൂ. എനിക്ക് കാർഡ് വേണമല്ലോ. പോലീസുകാരന്മാരോ? ഇവന്മാരെന്ത് ചെയ്യുക? ഇപ്പം ഞാൻ പോലീസായോ? അയ്യേ, ഇതെന്തോ? ഈ പെണ്ണ് കൊള്ളാമല്ലോ, പോലീസുകാരിയാണെങ്കിലും കൊള്ളാമല്ലോ. ഇവിടെ ഒരു 2 അടി അടിച്ചാലോ? അടി. അയ്യോ, പോലീസുകാരന്മാരെന്നെ കൊല്ലാൻ വരുന്നേ ഗായ്സ്. നമുക്ക് അകത്ത് കയറണം. നമുക്ക് ഇനിയെങ്കിലും സ്വൈപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒന്നുമില്ല ഗായ്സ്, നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ.
നമ്മൾ അപ്പോൾ അകത്ത് കയറി. ഇവിടെ അകത്ത് കയറാൻ പറ്റുന്നില്ല. ഇതെന്തുവാ സാധനം? ഇത് കൊള്ളാമല്ലോ. ഗായ്സ്, ഞാനൊരു കള്ളനിൽ ഇരുന്നു ഞാനിപ്പോൾ ഒരു ബോഡി ഗാർഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സാധനം യെസ് അകത്ത് കയറാൻ പറ്റി. വിളിക്കാൻ പറ്റുമോ? ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ ഭാര്യയെയും പിള്ളേരെയും വിളിക്കാൻ പറ്റുമോ? ഈ പെണ്ണെന്തിനാ എല്ലാവരെയും വെടിവെക്കുന്നത്? നീ വെടിവെക്കുമോ? ഓ മൈ ഗോഡ്. നമുക്ക് ഇവളുടെ ഇരുന്ന സാധനത്തിനെ അങ്ങ് മോഷ്ടിക്കാം. സാധനം നമ്മൾ മോഷ്ടിച്ചു കഴിഞ്ഞു ഗായ്സ്. നമ്മൾ യാർഡിലെത്തി ഗായ്സ്. നമ്മുടെ ടാസ്കിനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ യാർഡിലെത്തി. പക്ഷെ യാർഡിലെത്തിയിട്ട് ഒന്നും നടക്കുന്നില്ലല്ലോ. ഒരു കാര്യം നടക്കുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിട്ട്? ഇവിടെ നമുക്ക് ചെന്നാലോ? അവിടെ ചെന്ന് നമുക്ക് എന്തെങ്കിലും കളി കളിച്ചാലോ? ഫ്രീ ടൈം ഫോർ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഫ്രീഡം തന്നിട്ട്. അപ്പം പിന്നെ നമ്മൾ എല്ലാത്തിനെയും ചെയ്യാൻ പോകുന്നു ഗൈസ്. നമ്മളിവിടെ ഇരുന്ന് രക്ഷപ്പെടാം. നമുക്ക് ജയിലിൽ ഇരുന്ന് രക്ഷപ്പെടാം ഗൈസ്. ആരെങ്കിലും നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ വരികയാണെങ്കിൽ അവനെ ഇടിച്ച് തൊലയ്ക്കാം. അയ്യോ, ചാടുന്ന എങ്ങനെയാ ഗൈസ്? ചാടണം. അയ്യോ ഗൈസ്, നമുക്ക് പിന്നെയും അങ്ങോട്ട് ചെല്ലണം. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ജയിലിൽ ഇരുന്ന് നമുക്ക് പുറത്തു പോകണം ഗൈസ്. അതേ ഉള്ളു വഴി. കാര്യം ഈ സാധനം ജയിക്കണമെങ്കിൽ നമ്മൾ പുറത്തു പോകണം. പുറത്തു പോയാൽ മാത്രമേ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ. ഗൈസ്, നമ്മൾ പുറത്ത് വന്നു കഴിഞ്ഞു ഗൈസ്. നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളെ പോലീസ് പക്ഷേ അറസ്റ്റ് ചെയ്യാൻ നോക്കിയ. കയ്യിൽ തോക്കുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെടിവെച്ച് കൊല്ലാം ഗൈസ്. നമ്മളെ അറസ്റ്റ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കത്തില്ല. കാര്യം നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് മോഷണം ചെയ്യാമെന്നാ തോന്നുന്നത്. സോ നമുക്ക് അവിടെ ചെന്ന് നോക്കിയാലോ? നമുക്കൊരു മോഷണം ചെയ്താലോ ഗൈസ്? നമുക്ക് മോഷണം ചെയ്യണമല്ലോ. ലെറ്റ്സ് ഗോ ദേർ. മോഷണം ചെയ്യണം എനിക്ക്. മോഷണം ചെയ്ത് പണക്കാരൻ ആകണം. പണക്കാരനായാലേ സന്തോഷമായി ജീവിക്കാൻ പറ്റൂ. ഗൈസ്, ഇതുവരെ ആരും നമ്മളെ ഒന്നും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ജയിലിൽ ഇരുന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മോഷണം ചെയ്യാൻ പോകുന്നു ഗൈസ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സ്റ്റീൽ സം ക്യാഷ് ബേബി. ഇതെന്തുവാ? നമുക്ക് മോഷണം ചെയ്യാൻ ഇത്ര കഷ്ടപ്പെടണോ? ഒരുപാട് ദൂരമാണല്ലോ. എൻ്റെ അമ്പോ, അത്രയും ദൂരവും കൂടി ഉണ്ടോ? എങ്ങനെ നമ്മൾ അവിടെ എത്തും പെട്ടെന്ന്? ഇത്ര നേരമെടുത്ത് എങ്ങനെ നമ്മൾ അവിടെ എത്താനാ? ഓ മൈ ഗോഡ്, ഡാം ഇറ്റ്. ഇതെന്താ, മരുഭൂമിയാണോ? ഇത് കൊള്ളാമല്ലോ. തേങ്ങയൊക്കെ കിട്ടുമോ? തെങ്ങാണോ ഇത് ഗൈസ്? നമ്മൾ മരുഭൂമിയിൽ തെങ്ങിൻ്റെ ഇടയ്ക്കാണ് ഇരിക്കുന്നത് ഗൈസ്. തെങ്ങും കാക്ടസും മലയും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ജീവനില്ല, പൈസയുമില്ല. മില്യനെയർ ആകണമെന്ന് വിചാരിച്ചിരുന്ന ഞാനിപ്പോൾ പിച്ചക്കാരനായി മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. എന്ത് ചെയ്യാൻ? അങ്ങനെ നമ്മൾ സ്ഥലത്തിലെത്താറായി. നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു പോരാളിനെ പോലെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ സ്ഥലം എങ്ങനെ നമ്മൾ ചാടാനാ? ഇതെന്ത് ചെയ്യാനാ? ഓ മൈ ഗോഡ്, വേറെ കള്ളന്മാരാണോ ഇത്? നൈസായിട്ട് ആരും അറിയാതെ നമുക്ക് ചെല്ലാം. അതേ ഉള്ളു വഴി. വണ്ടി. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും?
ഇവിടെ എന്തെങ്കിലും മോഷ്ടിക്കാൻ കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ട് വന്നത്. പക്ഷെ ഒന്നും മോഷ്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. തോക്ക് മാത്രം കിട്ടി. പോലീസാണെങ്കിൽ വരാനുള്ള സമയമായെന്ന് തോന്നുന്നു ഗൈസ്. എനിക്കിന്നിപ്പോൾ കാശ് കുറച്ചെങ്കിലും മോഷ്ടിക്കാതെ എനിക്കിന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. ഒരു $5 $5 ഇന്ന് മോഷ്ടിക്കണം ഗൈസ്. അതാണ് നമ്മുടെ അടുത്ത് ചിന്ത. അയ്യോ, വെടിവെക്കണേ, എന്നെ വെടിവെക്കണേ. അയ്യോ, AK-47 എടുത്തിട്ട് നമുക്ക് വെടിവെക്കാം. ചത്തു ഗൈസ് പോലീസ്. നമ്മളെ കൊല്ലാൻ വന്ന പോലീസ് ചത്തു കഴിഞ്ഞു. ഈ വണ്ടി നമുക്ക് എടുത്താലോ? നമ്മൾ തന്നെ ഇപ്പൊ പോലീസുകാരനായി കഴിഞ്ഞു ഗൈസ്. നമ്മൾ തന്നെ പോലീസുകാരനായി കഴിഞ്ഞു. ഗൈസ്. നൈറ്റ് ഡ്രസ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്. വെറുതെ അല്ല പോലീസിന് പെട്ടെന്ന് എത്താൻ പറ്റിയത്. ഈ വണ്ടി കിടിലൻ വണ്ടിയാണല്ലോ. അയ്യോ, നമ്മൾ ജയിലിൽ പിന്നെ എത്തിക്കഴിഞ്ഞല്ലോ. നമ്മൾ ജയിലിൽ പിന്നെ എത്തിക്കഴിഞ്ഞു ഗായ്സ്. ജയിലിന്റെ അകത്ത് നമുക്ക് വണ്ടീനെ കൊണ്ട് കയറ്റിയാലോ? നമുക്ക് പുറത്ത് പോകാം. നമുക്ക് പുറത്ത് പോയി രക്ഷപ്പെടാം ഗൈസ്. നമുക്കിവിടെ എവിടെയെങ്കിലും മോഷ്ടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതേ ഉള്ളു വഴി. Come on guys, come on. ഗൈസ്, നമ്മൾ പിന്നെയും പഴയ സ്ഥലത്തോട്ട് പോവുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അല്ല. പോലീസ് പിന്നെയും വന്നു കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ മുകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഗൈസ്, നമുക്ക് മുകളിൽ ചെന്നപ്പോൾ മുകളിൽ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നത് പോലെ തോന്നി. പക്ഷെ മുകളിൽ എങ്ങനെയാണ് പോണതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയെങ്കിലും നമുക്ക് മുകളിലോട്ട് ചെല്ലണം. ഇതിലിങ്ങനെ കയറാൻ പറ്റുമോ? എന്തുവാ? ഗൈസ്, ഇങ്ങനെയാണ് മുകളിൽ കയറുന്നത്. കണ്ടുപിടിച്ചു. മുകളിൽ കയറാൻ പറ്റിയെന്ന് തോന്നുന്നു. ഗൈസ്, ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഗൈസ്. ഹെലികോപ്റ്റർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നമുക്കിതിനെ ഓട്ടിക്കാൻ ആരെങ്കിലും വേണമല്ലോ. എന്നാലല്ലേ നമുക്ക് ഓട്ടിക്കാൻ പറ്റൂ. ഓ, നമ്മളെ വെടിവെച്ച് കൊല്ലുകയാണ്. ഓ മൈ ഗോഡ്, നമ്മളെ കൊന്നു. പക്ഷെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞു ഗൈസ്. നമുക്കൊരു തോക്കെടുക്കാം. തോക്കെടുത്തിട്ട് നമ്മളെ വെടിവെച്ച് കൊന്ന ആളിനെ നമുക്ക് തിരിച്ചു കൊല്ലാം ഗൈസ്. നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. AK-47 കിട്ടിക്കഴിഞ്ഞു.
ഇത് വെച്ച് നമുക്ക് വെടിവെക്കാം. നമ്മൾ എങ്ങനെയാ അവിടെ പോയി? പുറത്താണെന്ന് തോന്നുന്നു. പുറത്ത് പോയി നമുക്കിവിടെ മുകളിൽ പോയി നമുക്ക് ആ ഹെലികോപ്റ്ററിനെ എങ്ങനെയെങ്കിലും ഓടിക്കണം. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വന്നത് ആ ഹെലികോപ്റ്ററിനെ ഓടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഗായ്സ്. ആ പോലീസുകാരി നമ്മുടെ ഹെലികോപ്റ്റർ എടുത്തോണ്ട് പോയി ഗായ്സ്. നമ്മൾ ഹെലികോപ്റ്റർ പോവുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ കളീനെ നമുക്ക് നിർത്താം ഗായ്സ്. സോ ഇറ്റ് വാസ് എ ഗായ്സ്, ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞു. ഹെലികോപ്റ്റർ ഓടിക്കണ്ടേ ഗായ്സ്? ഇതെന്തുവാ ഗായ്സ് ഇങ്ങനെ? ഗായ്സ് കാശ് കൊടുക്കാതെ നമുക്ക് ഹെലികോപ്റ്ററിന് മേടിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ റോബ്ലോക്സ് കാശ് ഇല്ലാത്തത് കാരണം നമ്മൾ ഇന്ന് ഹെലികോപ്റ്ററിനെ യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ നിർത്താൻ പോവുകയാണ് ഈ ഗെയിമിനെ. സോ സീ യു.